ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 210 വാല്യം 5 ഹെബ്രോണിലേക്ക് ലോകത്തിന്റെയും ദൈവത്തിന്റെയും വീക്ഷണം. ഇസ്രായേലിൽ അറിയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തീർത്ഥയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. കറിയോത്തുകാരൻ പരിഹാസം വച്ച് പറയുന്നു. അയാൾ അൽഫയൂസിന്റെ ഭാര്യ മേരിയും സലോമിയും ആൻഡ്രുവും തോമസും ഉള്ള ഒരു ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് പാടില്ല? ആരാണ് അതിന് തടസ്സം ചെയ്യാൻ പോകുന്നത്? ക്ലോപ്പാസിന്റെ മേരി ചോദിക്കുന്നു. ഞാൻ തടസ്സം പറയുന്നു. എന്റെ അമ്മ എന്നെ കാത്ത് എത്ര നാളായി നോക്കിയിരിക്കുന്നു. ശരി, എന്നാൽ അമ്മയുടെ പക്കലേക്ക് പോയിക്കൊള്ളൂ. ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് അങ്ങ് വരാം, സലോമി പറയുന്നു. മനസ്സുകൊണ്ട് അവൾ ഇങ്ങനെയും പറയുന്നുവെന്ന് തോന്നും. നീ ഇല്ലെന്നോർത്ത് ഇവിടെ ആർക്കും ദുഃഖമില്ല. തീർച്ചയായും പോകുന്നില്ല. ഞാൻ ഗുരുവിന്റെ കൂടെ പോകുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്നതിന് ഘടകവിരുദ്ധമായി മേരി നമ്മോട് കൂടെ വരുന്നില്ല. എന്നോടിത് ചെയ്യരുതായിരുന്നു. കാരണം അവൾ വരുമെന്ന് എന്നോട് വാക്ക് പറഞ്ഞിരുന്നതാണ്. അവൾ ബെത്സൂറിൽ താമസിച്ചത് കാരണമുണ്ടായിട്ടല്ലേ? ആ സ്ത്രീ ശരിക്കും സന്തോഷരഹിതയാണ്. അല്പാൽപമായി സുഖപ്പെടുത്തുന്നതിനു പകരം ഈശോയ്ക്ക് പെട്ടെന്ന് ആകെ സുഖപ്പെടുത്താമായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈശോ മിഴിവുറ്റ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തതെന്ന്. ഈശോ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് പരിശുദ്ധമായ കാരണങ്ങൾ കാണും, ആൻഡ്രൂ ശാന്തമായി പറയുന്നു. ഓ, തീർച്ചയായും അങ്ങനെയാണ്. മാനസാന്തരങ്ങൾ നഷ്ടപ്പെടുത്തി ജെറുസലേമിലെ നമ്മുടെ വാസം എന്തൊരു ഇച്ഛാഭംഗമായിരുന്നു. വൻ കാര്യങ്ങൾ കൂടുതലായി ആവശ്യമാകും തോറും അവൻ ഇരുട്ടിലേക്ക് പതുങ്ങുന്നു. കുറെ അധികം കാണാമെന്നും കുറെ പടവെട്ടാമെന്നും ഞാൻ നിശ്ചയിച്ചിരുന്നതാണ്. എന്റെ ചോദ്യം ക്ഷമിക്കണേ, നീ എന്ത് കാണാനാണ് ആഗ്രഹിച്ചത്? അവൻ കള്ളപ്രവാചകനാണെന്നും പിശാച് ബാധിച്ചവനാണെന്നും മറ്റും പറയുന്നവർക്കെതിരെ പ്രയോഗിക്കാനായിരുന്നു അവ. കാരണം അതാണ് അവർ പറയുന്നത്. അതായത്, ബേൽസെബൂബ് അവനെ സഹായിക്കുന്നില്ലെങ്കിൽ അവൻ നികൃഷ്ടനായ ഒരു മനുഷ്യനാണെന്ന്. ബേൽസെബൂബിന്റെ സ്വഭാവം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഒരു പുലി അതിന്റെ ഇരയെ കടിക്കുകയും വിടുകയും ചെയ്യുന്നത് പോലെയാണ് അവന്റെ പ്രകൃതം. ഇത് വസ്തുതകൾ വച്ച് നോക്കുമ്പോൾ ശരിയുമാണ്. അതുകൊണ്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ അക്ഷമനാകുന്നു. നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാ ഗുരുവിന്റെ അപ്പസ്തോലന്മാർ. ഗുരുവിന് പ്രസംഗമല്ലാതെ വേറൊന്നുമില്ല. അത് നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷെ മറ്റൊന്നുമില്ല. ഗുരുവിന്റെ ഇങ്ങനെ പറഞ്ഞ ശേഷം അല്പം താമസം സംസാരത്തിൽ വന്നപ്പോൾ ഗുരുവിനെക്കുറിച്ച് എന്തോ ചീത്തവാക്ക് പറയാനായിരിക്കും ഒരുങ്ങുന്നതെന്ന് എല്ലാവരും വിചാരിച്ചു. സ്ത്രീകൾക്ക് വലിയ വിഷമമായി. അൽഫയൂസിന്റെ ഭാര്യ മേരി തെളിച്ചങ്ങ് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് എനിക്കൊരു വിസ്മയവുമില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നത് കുട്ടി, നിന്നെ അവൻ എങ്ങനെ ചേർത്തുകൊണ്ടു പോകുന്നു എന്നോർത്തിട്ടാണ്. എപ്പോഴും ശാന്തനായിരിക്കുന്ന ആൻഡ്രുവിന് ദേഷ്യം വന്നു. ജ്യേഷ്ഠനെ പോലെ ആകെ ചുവന്നു. ഇങ്ങനെ ഒരൊറ്റ പ്രാവശ്യമേ സംഭവിച്ചിട്ടുള്ളൂ. വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, പോ ദൂരെ. അപ്പോൾ പിന്നെ ഗുരു കാരണം നിന്റെ പേരിന് മോശമൊന്നും വരികയില്ല. ഇങ്ങോട്ട് വരാൻ നിന്നെ ആരാ വിളിച്ചത്? ഞങ്ങളെ അവൻ വിളിച്ചു, നിന്നെ വിളിച്ചതേയില്ല. നീ എത്ര പ്രാവശ്യം ചോദിച്ചിരുന്നു നിന്നെയും സ്വീകരിക്കാനായി? നീ നിന്നെ തന്നെ ഹേമിച്ചു കയറിയവനല്ലേ. എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഞാൻ പറയാത്തതെന്ന്. ആരാണത് തടയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുത്തർക്കും നിന്നോടൊന്നും പറയാൻ പറ്റുകയില്ല. നീ വഴക്കാളിയാണെന്ന് പറയുന്ന അവർ സത്യമാണ് പറയുന്നത്. അറിവില്ലാത്ത മനുഷ്യർ. കൊള്ളാം. സത്യം പറയുകയാണെങ്കിൽ ഗുരു തെറ്റ് ചെയ്തെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിശാചിന്റെ തോന്നിയാസ സ്വഭാവത്തെക്കുറിച്ചും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പാവം, അവൻ തീർച്ചയായും ഒരു വിചിത്രനായിരിക്കണം. അവന് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിനെതിരെ മാത്സര്യം കാണിക്കയില്ലായിരുന്നു. എന്നാൽ ഞാനത് നോട്ട് ചെയ്തിരിക്കുന്നു. അടുത്തു വരുന്ന കൊടുങ്കാറ്റിനെ ശിഥിലമാക്കാൻ തോമസ് കളിയാക്കുന്നു. തമാശയാക്കുകയും മറ്റും വേണ്ട. ഞാൻ ഗൗരവമായിട്ടാണ് പറയുന്നത്. ജെറുസലേമിൽ അവൻ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ലാസറസും ഇത് തന്നെ പറഞ്ഞു. തോമസ് പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ തോമസ് ചോദിക്കുന്നു, അവൻ ഒന്നും ചെയ്തിട്ടില്ലേ?
പോയി ശീലോവായിലും ഹിന്നോമിലുമുള്ള കുഷ്ഠരോഗികളോട് ചോദിക്ക്. എന്നാലേ ഹിന്നോമിൽ ഒറ്റ ഒരുത്തൻ പോലും കാണുകയില്ല. കാരണം അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. നീ അവിടെ ഇല്ലായിരുന്നു. നിനക്ക് നിന്റെ സ്നേഹിതരുടെ അടുക്കിലേക്ക് പോകാൻ തിടുക്കമായിരുന്നല്ലോ. അതിനാൽ നിനക്കറിഞ്ഞുകൂടാ. എങ്കിലും ജെറുസലേമിന്റെ താഴ്വരകളും മറ്റനേകം സ്ഥലങ്ങളും സുഖം പ്രാപിച്ച കുഷ്ഠരോഗികളുടെ ഹോസാന വിളികളാൽ പ്രകമ്പനം കൊള്ളുന്നതിൽ നിന്ന് തടയപ്പെട്ടില്ല. തോമസ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. വീണ്ടും കർശനമായി പറയുന്നു, എന്റെ സ്നേഹിത, നിനക്ക് പിത്തത്തിന്റെ ഉപദ്രവമാ. അത് കാരണം എല്ലാം നിനക്ക് കയ്പുരസമാണ്. കാണുന്നതെല്ലാം പച്ചയും. നിനക്ക് ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാ. എന്നെ വിശ്വസിക്കൂ, നിന്നെ പോലുള്ള ഒരുവന്റെ കൂടെ ജീവിക്കുക സന്തോഷമുള്ള കാര്യമല്ല. നീ വ്യത്യാസപ്പെടണം. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഈ നല്ല സ്ത്രീകൾ ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ അവരും പറയുകയില്ല, ആൻഡ്രൂവും പറയുകയില്ല. എന്നാൽ നിന്നിൽ വ്യത്യാസം വരണം. നിനക്ക് നിരാശയായി പോയെന്ന് നീ ചിന്തിക്ക തന്നെ അരുത്. കാരണം ഒരു നിരാശയുമില്ല. പിന്നെ ഗുരുവിന് തന്നെ അറിയാം എന്തെല്ലാം ചെയ്യണമെന്ന്. അതിനാൽ നിന്നെ ആവശ്യമേ ഇല്ല. ഗുരുവിന്റെ ഗുരുവാകാൻ നീ ശ്രമിക്കാതിരിക്കൂ. ആ സാധു സ്ത്രീ ഏലീശായ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം അതാണ് ശരിക്കും ചെയ്യേണ്ടതെന്നാണ്. പാമ്പുകൾ ചീറ്റുകയും തുപ്പുകയുമെല്ലാം ചെയ്തുകൊള്ളട്ടെ. നീ ഒരു ഇടക്കാരന്റെ പണിക്ക് പോകാതിരിക്കൂ. അവന്റെയും അവരുടെയും ഇടയ്ക്ക് നിൽക്കാൻ പോകണ്ട. എല്ലാറ്റിലും ഉപരിയായി അവന്റെ കൂടെ ചേർന്നിരിക്കുന്നത് നിനക്ക് കുറവാണെന്ന് വിചാരിക്കാതിരിക്കൂ. ഭാവിയിൽ ഒരു ജലദോഷം പോലും അവൻ സുഖപ്പെടുത്തുന്നില്ലെന്ന് വിചാരിക്കൂ. എന്നാലും അവൻ എപ്പോഴും ശക്തനാണ്. അവന്റെ വചനം തുടർച്ചയായിട്ടുള്ള ഒരത്ഭുതമാണ്. നിന്റെ മനസ്സിന് വിശ്രമം നൽകൂ. വില്ലാളികളാരും നമ്മുടെ പിന്നിലില്ല. നീ വിഷമിക്കേണ്ട. ഈശോ ഈശോയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിക്കും. ഒന്നടങ്ങൂ. മേരി നിന്റെ അമ്മയുടെ പക്കലേക്ക് വരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വരും. ഇതിനിടയ്ക്ക് നമുക്ക് ഈ മനോഹരമായ പ്രദേശങ്ങളെല്ലാം ചുറ്റി നടന്ന് കാണാം. അതാണ് നമ്മുടെ ജോലി. എന്താ വേണ്ടേ? അതുപോലെ ശിഷ്യരായ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ നമുക്കവരെ അബ്രാഹത്തിന്റെ ശവകുടീരം, അവന്റെ വൃക്ഷം, ജെസയുടെ കല്ലറ, പിന്നെന്തൊക്കെയാ പറഞ്ഞത്, അതെല്ലാം കൊണ്ടുപോയി കാണിക്കാം. അവര് പറയുന്നത് ആദം ജീവിച്ചിരുന്നതും ആബേലിനെ കൊന്നതുമെല്ലാം ഈ സ്ഥലത്താണെന്നാ. വിവരമില്ലാത്ത പൊട്ടക്കഥകൾ, യൂദാസ് പിറുപിറുക്കുന്നു. ഒരു 100 വർഷത്തിനിടയിൽ ആളുകൾ പറയും ബെത്ലഹേമിലെ ഗുഹയും മറ്റു പല കാര്യങ്ങളും പൊട്ടക്കഥകളാണെന്ന്. എന്നാൽ എന്നോട് ക്ഷമിക്കണേ, നീ ആ ദുർഗന്ധം പിടിച്ച എൻഡോറിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ലേ? അതാണെങ്കിൽ വിശുദ്ധ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടതുമല്ല. ഇത് നീ സമ്മതിക്കുന്നോ? അവർ ഇവിടെ വന്നിരിക്കുന്നതോ വിശുദ്ധന്മാരുടെ രക്തവും ഭസ്മവും വീണിട്ടുള്ള ഭൂമിയായതുകൊണ്ടല്ലേ? എൻഡോർ ജോണിനെ നമ്മുടെ പക്കൽ കൊണ്ടുവന്നു. ആർക്കറിയാം? എത്ര സുന്ദരമായ നേട്ടം! യൂദാസ് അവജ്ഞ കാണിച്ച് പറയുന്നു. അവന്റെ മുഖം സുന്ദരമല്ലായിരിക്കും, എന്നാൽ അവന്റെ ആത്മാവിൽ അവൻ നമ്മേക്കാൾ നല്ലവനായിരിക്കാം. എന്ത് അവന്റെ പൂർവകാലം? ഒന്നും മിണ്ടാതിരിക്കൂ. ഗുരു പറഞ്ഞത് നമ്മൾ അക്കാര്യം ഓർക്കരുതെന്നാണ്. ഭേഷായിരിക്കുന്നു. ഞാൻ അതുപോലെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അത് വിസ്മരിക്കുമായിരുന്നോ എന്ന് ഞാൻ വിസ്മയിക്കുന്നു. യൂദാസേ, ദൈവം നിന്നോടുകൂടെ. നീ തന്നെയായിരിക്കുന്നതാണ് നല്ലത്. നീ വളരെ മുഷടനാ. നിനക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കെന്താണ് പറ്റിയത് തോമസേ? പ്രയാസം വരുന്നത് എന്താണെന്നോ? അപരിചിതരായ പുതിയ ആളുകൾ വന്നപ്പോൾ അവർക്കാണ് പരിഗണന. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എന്നെ ഇഷ്ടമില്ല. എന്നേക്കാൾ ഇഷ്ടം മറ്റുള്ള എല്ലാവരോടുമുണ്ട്. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഞാൻ പോകുന്ന സമയം നോക്കി കാത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ സന്തോഷമായിരിക്കണമെന്ന് നീ പ്രതീക്ഷിക്കുന്നോ? ഇല്ല, ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. നീ പെസഹ തിരുനാളിന് വന്നിരുന്നെങ്കിൽ നീയും ഞങ്ങളോടുകൂടെ ഒലിവ് മലയിൽ ഉണ്ടാകുമായിരുന്നു. അവിടെ വച്ചാണല്ലോ ആ പ്രാർത്ഥന ഗുരു പഠിപ്പിച്ചത്. അപരിചിതരായ പുതിയ ആളുകൾ നിമിത്തം നമ്മൾ അവഗണിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
നീ ആ സാധു ബാലനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? അതോ നിർഭാഗ്യവാനായ ജോൺ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണോ? അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഈശോ കഷ്ടിച്ച് അത്യാവശ്യത്തിന് മാത്രമേ നമ്മോട് സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കൂ, ആ ബാലനോട് സംസാരിച്ച് അവിടെ തങ്ങി നിൽക്കുകയാണ്. ആ കുട്ടിയെ ശിഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. മറ്റവൻ ഒരിക്കലും ശിഷ്യനാകയില്ല. അയാൾക്ക് വലിയ അഹങ്കാരമാണ്. വളരെ പഠനമുള്ളവൻ, ഭയങ്കര കട്ടി, ചീത്ത പ്രവണതകളും. എന്നാലും ജോണെ, അവിടെ പിതാവായ അബ്രാഹമേ, ക്ഷമാപൂർവം ഇത് സഹിക്കാൻ എന്നെ സഹായിക്കണമേ. ഏത് കാര്യങ്ങളിലാണ് ഗുരുവിന് മറ്റുള്ളവരോട് കൂടുതൽ താല്പര്യം? ഇപ്പോഴും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ബെത്സൂറിൽ നിന്ന് പോരാൻ സമയമായപ്പോൾ അമ്മയുടെ കൂടെ ആരെയാണ് നിർത്തിയത്? എന്നെയാണോ നിന്നെയാണോ? അല്ല, സൈമണെ നിർത്തിയില്ലേ? സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള വൃദ്ധനെ അവിടെ തങ്ങിച്ചത് മൂന്നാട്ടിടയന്മാരെ പഠിപ്പിക്കാൻ. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഐസക്ക് അവരെ പഠിപ്പിക്കുമായിരുന്നല്ലോ. സൈമൺ അല്പമേ സംസാരിക്കുകയുള്ളൂ, എങ്കിലും അയാൾ പറയുന്നത് എപ്പോഴും ശരിയാണ്. തോമസ് തിരിച്ചടിക്കുന്നു. സ്ത്രീകളും ആൻഡ്രൂവും വേഗം നടന്ന് മുന്നിൽ പോയി. റോഡിൽ നല്ല വെയിലുള്ള ഭാഗം കടക്കാനാണ് അവർ ധൃതിയിൽ പോയത്. ഇപ്പോൾ തോമസും യൂദാസും മാത്രമായി. രണ്ടുപേരും ചൂടുപിടിച്ച് സംസാരിക്കുകയാണ്. ഈശോ അടുത്തു വരുന്ന കാര്യം അറിയുന്നതേയില്ല. റോഡിലെ പൊടി നിമിത്തം കാലൊച്ച കേൾക്കുകയില്ല. അവർ രണ്ടുപേരും 10 പേരുടെ സ്വരം വച്ച് സംസാരിക്കുന്നു. ഈശോ അത് കേൾക്കുന്നുണ്ട്. ഈശോയുടെ പിന്നിൽ പത്രോസ്, മാത്യു, കർത്താവിന്റെ സഹോദരന്മാർ, ഫിലിപ്പ്, ബർത്തലോമിയോ, സെബദി പുത്രന്മാർ, അവരുടെ ഇടയിൽ ബാലൻ. ഈശോ പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ് തോമസേ. സൈമൺ അല്പമേ സംസാരിക്കൂ, എന്നാൽ അത് എപ്പോഴും ശരിയാണ്. അവന്റെ മനസ്സ് നല്ല തെളിമയുള്ളതും ഹൃദയം ശുദ്ധവുമാണ്. എല്ലാറ്റിനേക്കാളും ഉപരിയായി അയാൾക്ക് വലിയ നന്മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ അയാളെ അവിടെ നിർത്തിയത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന സത്യസന്ധനായ മനുഷ്യൻ. ജീവിക്കാൻ അയാൾക്കറിയാം. ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള ആൾ. വൃദ്ധനും. ഞാനിത് പറയുന്നതിന്റെ കാരണം, എന്റെ തിരഞ്ഞെടുപ്പ് ശരിയായില്ലെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. ഏറ്റം പറ്റിയ ആൾ സൈമണാണ്. യൂദാസേ, അമ്മയെ ഒറ്റയ്ക്ക്, രോഗം ശരിക്ക് സുഖപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധു സ്ത്രീയുടെ കൂടെ താമസിക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല. എനിക്ക് പോരുകയും വേണമായിരുന്നു. ഞാൻ ആരംഭിച്ച ജോലി അമ്മ പൂർത്തിയാക്കും. എന്നാൽ അവളുടെ കൂടെ എന്റെ സഹോദരന്മാരെയോ ആൻഡ്രുവിനെയോ ജെയിംസ്, ജോൺ എന്നിവരെയോ നിന്നെയോ നിർത്താൻ കഴിയുമായിരുന്നില്ല. കാരണം നിനക്കറിഞ്ഞുകൂടെങ്കിൽ എന്തു പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം അവൾ നിന്റെ അമ്മയാണ്, സുന്ദരിയായ ഒരു യുവതി. ആളുകൾ അതല്ല, ആളുകൾക്ക് എപ്പോഴും അവരുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രത്യേകിച്ച് ഹൃദയത്തിലും അഴുക്കു കാണും. തങ്ങളുടെ തന്നെ വികാരങ്ങൾ എല്ലാവരിലും കാണുന്ന കാപട്യം നിറഞ്ഞവർ. അവരുടെ ചെളിയെക്കുറിച്ച് ഞാൻ ഗൗനിക്കുന്നില്ല. ഉണങ്ങിക്കഴിയുമ്പോൾ അത് തന്നെ പൊഴിഞ്ഞു പോയിക്കൊള്ളും. എന്നാൽ ഞാൻ സൈമണെ ഏൽപ്പിച്ചതിന്റെ കാരണം അയാൾ വൃദ്ധനായതുകൊണ്ട് മരണപ്പെട്ട പുത്രന്മാരെ ഓർമ്മിപ്പിക്കയില്ല. ആശ്വാസരഹിതമായ ആ സ്ത്രീക്ക് വിഷമം വരരുതല്ലോ. യുവാക്കളായ നിങ്ങൾ നിങ്ങളുടെ യൗവന നിമിത്തം ആ സ്ത്രീയുടെ ദുഃഖത്തെ വീണ്ടും ഉയർത്തുകയായിരിക്കും ചെയ്യുക. നോക്കുന്നുണ്ടെന്നറിയാതെ എല്ലാം നോക്കി മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയും. ഒരിക്കലും ഒന്നും ആവശ്യപ്പെടുകയില്ല. എല്ലാം ഗ്രഹിക്കും. എപ്പോഴും സ്വയം നിയന്ത്രണം പാലിക്കും. എനിക്ക് പത്രോസിനെ നിയോഗിക്കാമായിരുന്നു. എന്റെ അമ്മയുടെ അടുത്ത് അയാളേക്കാൾ നന്നായിട്ട് ആരുണ്ടാകും? എങ്കിലും അയാൾ പെട്ടെന്ന് വികാരഭരിതനാകും. ഞാനിത് അവനോട് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ആളിന് പിണക്കവുമില്ല. പത്രോസ് വളരെ ആത്മാർത്ഥതയുള്ളയാളാണ്. ആത്മാർത്ഥതയോടെയുള്ള ഈ സ്നേഹം ചിലപ്പോൾ ആളിന് ബുദ്ധിമുട്ടായി ഭവിക്കാറുണ്ട്. എനിക്ക് നഥാനിയേലിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അയാൾ ഇതിനു മുമ്പൊരിക്കലും യൂദയായിൽ വന്നിട്ടേയില്ല. സൈമൺ ആണെങ്കിൽ ഈ പ്രദേശം നന്നായിട്ടറിയാം. അതിനാൽ അമ്മയെ കറിയോത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അയാളുടെ സഹായം വിലയേറിയതാണ്. നിന്റെ വീട് നഗരത്തിലുള്ളതും നാട്ടിൻപുറത്തുള്ളതും അയാൾക്കറിയാം. അവന്
എന്നാൽ ഗുരുവേ, എന്നാൽ നിന്റെ അമ്മ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യുമല്ലോ. നമുക്ക് സാവധാനത്തിൽ പോയാൽ മതി. ഈ ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി യാത്ര അവിടവിടെ നിർത്താം. നിന്റെ യൂദയായിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഗുരുവേ. എന്നാൽ ഞാൻ വിശ്വസിച്ചത്, ഞാൻ വിചാരിച്ചത്, നിന്റെ ഭാവന കൊണ്ടാണ് ഏറ്റവും അധികം ഉപദ്രവം സ്വയം വരുത്തി വയ്ക്കുന്നത്. സീവാൻ മാസത്തിലെ 2-ാം പകുതിയിൽ ചന്ദ്രൻ എത്തുമ്പോൾ നമ്മൾ നിന്റെ അമ്മയുടെ പക്കലെത്തും. നമ്മൾ, അതായത് എന്റെ അമ്മയും സൈമണും ഉൾപ്പെടെ എല്ലാവരും. തൽക്കാലത്തേക്ക് അവൾ ബെത്സൂറിൽ സുവിശേഷം പ്രഘോഷിക്കുന്നു. ബെത്സൂർ യൂദയായുടെ ഒരു പട്ടണമാണല്ലോ. ഒരു പെൺകുട്ടിയുടെയും മുമ്പ് കുഷ്ഠരോഗിയായിരുന്ന ഒരു പുരോഹിതന്റെയും സഹായത്തോടെ യോവന്ന ജെറുസലേമിൽ സുവിശേഷം അറിയിക്കുന്നത് പോലെ ലാസ്രസും മത്തായും വൃദ്ധനായ ഇസ്മായേലും കൂടെ ബെഥനിയിൽ സുവിശേഷം പ്രഘോഷണം ചെയ്യുന്നത് പോലെ, ജൂട്ടായിൽ സാറ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് പോലെ നിന്റെ അമ്മ കറിയോത്തിലും മിശിഹായെക്കുറിച്ച് അറിയിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ യൂദയായെ ഞാൻ വിട്ടുകളഞ്ഞു എന്ന് നിനക്ക് പറയാനാവില്ല. നേരെ മറിച്ച് മറ്റേത് പ്രദേശത്തെയുംകാൾ ഇടുങ്ങിയ മനസ്ഥിതിയും കാഠിന്യവും യൂദയായ്ക്കാണെങ്കിലും അതിന് ഏറ്റവും മാധുര്യമേറിയ ശബ്ദം സ്ത്രീകളുടെ സ്വരമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. വിശുദ്ധനായ ഐസക്കിന്റെയും എന്റെ സ്നേഹിതനായ ലാസറസിന്റെയും ശബ്ദത്തിന് പുറമെയാണിത്. ആത്മാക്കളെ അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് നയിക്കാൻ സ്ത്രീകൾക്കറിയാം. ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് അത് നയത്തിന് ചെയ്യാനുള്ള കല ഈ അധ്യാപികമാർക്കുണ്ട്. നീ ഒന്നും പറയാത്തതെന്താണ്? നീ എന്തിനാണ് കരയാൻ പോകുന്നത് പോലെ കാണിക്കുന്നത്? പെട്ടെന്ന് കോപിക്കുകയും കരയുകയും ചെയ്യുന്ന ആൺകുട്ടി, വലിയ കുട്ടി, നിഴലുകൾ കൊണ്ട് നിന്നെ തന്നെ വിഷമേൽപ്പിക്കുന്നതെന്തിനാണ്? അസ്വസ്ഥനാകാൻ ഇനി എന്തെങ്കിലും കാരണമുണ്ടോ? എന്നോട് പറയൂ, സംസാരിക്കൂ. ഞാൻ ചീത്തയാണ്, നീ വളരെ നല്ലവനും. നിന്റെ നന്മ എന്നെ വല്ലാതെ സ്പർശിക്കുന്നു. കാരണം എപ്പോഴും അതിന് ഒരു പുതുമയും ജീവനുമുണ്ട്. എനിക്ക് ഈ നന്മ എന്റെ വഴികളിലും എന്നുണ്ടായി കാണുമെന്ന് പറയാൻ എനിക്ക് കഴിയുകയില്ല. നീ പറഞ്ഞത് ശരിയാണ്, നിനക്കറിയാൻ പറ്റുകയില്ല. കാരണം അത് പുതിയതുമല്ല, മങ്ങലേശാത്തതുമല്ല. അത് നിത്യമാണ് യൂദാസേ. അത് സർവ്വവ്യാപിയാണ് യൂദാസേ. ഓ, നമ്മൾ ഹെബ്രോണിന് സമീപെ എത്തിയിരിക്കുന്നു. മേരിയും സലോമിയും ആൻഡ്രുവും നമ്മുടെ നേർക്ക് കൈവീശുന്നു. നമുക്ക് പോകാം. അവർ ഏതാനും പുരുഷന്മാരോട് സംസാരിക്കുകയാണ്. ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിക്കുകയായിരിക്കും. ഈ ഓർമ്മകളാൽ നിന്റെ അമ്മ വീണ്ടും ചെറുപ്പമാകയാണല്ലോ എന്റെ സഹോദരാ. യൂദാസ് തദേവോസ് അത് കേട്ട് പുഞ്ചിരിയോടെ ഈശോയെ നോക്കുന്നു. ഈശോ പുഞ്ചിരിയാൽ തന്നെ മറുപടിയും കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ചെറുപ്പമാവുകയാണ്, പത്രോസ് പറയുന്നു. ഞാൻ വീണ്ടും സ്കൂൾ കുട്ടിയായിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇത് നല്ല സ്കൂളാണ്. പിറുപിറുപ്പുകാരൻ ഏലീശയുടെ സ്കൂളിനേക്കാൾ എത്ര നല്ലത്. ഫിലിപ്പെ, നീ അയാളെ ഓർക്കുന്നുണ്ടോ? അയാളോട് നമ്മൾ ചെയ്യാത്തതൊന്നുമില്ല. ഗോത്രങ്ങളുടെ കഥയോർക്കുന്നുണ്ടോ? ഗോത്രങ്ങളുടെ പട്ടണങ്ങളുടെ പേര് പറയൂ. നീ ഒപ്പം പറഞ്ഞില്ല. ആവർത്തിച്ച് പറയൂ. സൈമൺ, നീ ഉറക്കം തൂങ്ങുന്ന ഒരു തവളയെപ്പോലുണ്ട്. നീ എല്ലാവരേക്കാൾ പിന്നിലാണല്ലോ. വീണ്ടും ആദ്യം തുടങ്ങി പറയൂ. ഓ, എന്റെ തല നിറയെ പണ്ടുകാലത്തെ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പേരായിരുന്നു. വേറൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു താനും. നേരെ മറിച്ച് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നു. മാർജിയ, നിനക്കറിയാമോ, ഈ ദിവസങ്ങളിൽ നിന്റെ അപ്പൻ പരീക്ഷയ്ക്കിരിക്കാൻ പോകുകയാണ്. കാരണം ഇപ്പോഴാണ് ഞാനെല്ലാം പഠിച്ചത്. സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ സന്തോഷവും ഫലിതവും. എല്ലാവരും കൂട്ടച്ചിരി. ആൻഡ്രുവിന്റെയും സ്ത്രീകളുടെയും പക്കലേക്ക് അവർ പോകുകയാണ്.